കേറി കഴിഞ്ഞാൽ ഇറങ്ങത്തില്ല അതുപോലെ. വെള്ളച്ചാട്ടം ഇത് അടിപൊളിയല്ലേ. എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോ ഇന്നൊരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന കേസ്. സ്ഥലം തന്നെ നമ്മള് ഗൂഗിൾ മാപ്പിൽ തപ്പി കണ്ടുപിടിച്ച് പോവാ. നമ്മളായിട്ട് കണ്ടുപിടിച്ച് പോവാ. പക്ഷെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളതാ. എത്ര കിലോമീറ്റർ കാണിച്ചാൽ 23 എത്ര കിലോമീറ്ററാ കാണിച്ച്. അത് ഞങ്ങളുടെ അടുത്ത് തന്നെ. ഞാൻ കുറെ റീലിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉള്ള കുറെ ആൾക്കാരൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ മുതലേ ഞാൻ ആലോചിക്കണം അവിടെ ഒന്ന് പോയാലോ. നമ്മളിപ്പോ മാപ്പൊക്കെ നോക്കി ഏകദേശം ഗൂഗിൾ മാപ്പൊക്കെ നോക്കി നമ്മള് പോവാണ്. അവിടെ വെള്ളം ഉണ്ടായി. ഞങ്ങൾ തോർത്തൊക്കെ എടുത്തിട്ടുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം അവിടെ ഇറങ്ങാൻ പറ്റും. വെള്ളത്തില് നല്ല സ്പോട്ടാണ് ഗൈസ്. എല്ലാവരും പോയി കുളിക്കുന്നതും നനയ്ക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ പോകണമെന്ന് തോന്നി. അങ്ങോട്ട് പോയിരിക്കും. ഇവിടെ ഉത്സവമാണോ? ഇവിടെ മറ്റേ മുരകരയുടെ ഒക്കെ ഇത് ടൂറിസ്റ്റ് ഇവിടാണോ? ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ നടക്കുന്നുണ്ട് കൊടിയും പിടിച്ചോണ്ട്. ഇവിടെ ഏറ്റൊരു വളമായിരിക്കും. ഞായറാഴ്ച അല്ലേ? സ്കൂൾ ബസ് കിടക്കുവാണ്. ചുമ്മാ അവിടെ ഞങ്ങളുടെ സ്കൂളിൽ കേട്ടോ. ഞങ്ങളുടെ സ്കൂളിലെ ബസ് സ്കൂൾ ബസ്സിലെ ഇത് ഡ്രൈവറും ഉണ്ട്. വഴിയില് ഉറങ്ങുവാണോ വെള്ളമാണോ എന്തുവാണോ കാണാൻ കേൾക്കാതെ ഒന്നും പറയല്ലേ. അതുകൊണ്ട് വെള്ളമാണോ അല്ലയോ നമുക്കറിയത്തില്ല. ഉറങ്ങുന്നു ഇങ്ങനെ കിടപ്പുണ്ട്. ഞങ്ങളുടെ സ്കൂളിലാണ് കേസ്. ഞാൻ പറഞ്ഞു എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യം. അതുകൊണ്ടാ പോവാത്തെ. ഇതെന്തോ വീട്? എന്തോ അതെന്തോ മറ്റേ ചെടിയോ സംഭവം. ഞങ്ങളുടെ അരുവപ്പുര സ്റ്റേഡിയം കാണിച്ചില്ല. പുതിയ ടർഫ്. ആരായിരുന്നു? VS എന്ന് പറഞ്ഞ മറ്റേ മുഖ്യമന്ത്രി കണ്ടില്ലായിരുന്നു പണ്ടത്തെ. ഉമ്മൻചാണ്ടിന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞങ്ങള് കളിക്കാൻ പോയ ടർഫ് കാണിച്ചില്ല ഗൈസ്. ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ടർഫ് ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറിയിരിക്കുവാണ്. മെയിൻ റോഡിൽ നിന്ന് ഇനി അങ്ങോട്ട് ഇവിടെ റേഞ്ച് ഒന്നും കിട്ടുന്നില്ല. മാപ്പ് നോക്കി നമ്മള് റേഞ്ച് ഒറ്റക്കട്ട റേഞ്ച് ഉണ്ട്. 2 മിനിറ്റോടെ ഉള്ളു. 2 മിനിറ്റ് വഴി 700 മീറ്ററോടെ ഉള്ളു. നമ്മുടെ നിഗമനം കറക്റ്റാണ്. ഞങ്ങള് ഗൂഗിൾ മാപ്പ് നോക്കി വന്നുണ്ട്. 700 മീറ്ററും കൂടെ കാണിക്കുന്നു. വളവ് നേരെ കലിപ്പൊട്ടിക്കൂടെ ഇടവഴി കയറിപ്പോണം. അല്ല മേലോട്ട്. ഇനി ഇവിടെ വണ്ടി നിർത്തിട്ട് മേലോട്ട് കയറിപ്പോണം. വണ്ടി നിർത്തിട്ട് വണ്ടി ഇവിടെ സ്റ്റോപ്പിംഗ് ആണോ? വണ്ടി ഇവിടെ സ്റ്റോപ്പിംഗ് ആണെന്നാണ് ഇവൻ പറയുന്നത്. ഗൂഗിൾ മാപ്പും പറഞ്ഞു വണ്ടി നിർത്തണം അവിടെ. ഗൈസ് വണ്ടി ഇവിടെ നിർത്തിയിട്ട് പോകാന്നെങ്കിൽ നീയൊക്കെ നടന്നു പോയാൽ മതി എന്നാണ് പറയുന്നത്. ചെളിക്കുഴി. ഈ സ്ഥലത്തിന്റെ പേരാ ചെളിക്കുഴി. ചെളിക്കുഴി എവിടെ ഗൈസ്? അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തി നമുക്ക് നേരെ അങ്ങോട്ട് കയറിപ്പാനല്ലേ? ഓക്കെ ഗൈസ്. അപ്പൊ ഇനി നമുക്ക് മേളിൽ കയറിപ്പാം. അങ്ങോട്ട് കിടക്കുന്ന റോഡേ പോവരുത്. ശരി. പിന്നെ അവിടെ ഒന്നുമില്ല കാണാൻ. എന്റെ ചേട്ടൻ 6 തൊട്ടെ. എടാ മറ്റേ വഴി ഏതാടാ പറഞ്ഞേ? അവര് കയറി പോവല്ലെന്ന് പറഞ്ഞ വഴി ഏതാ? ഇങ്ങോട്ട് പോണം. ഇടത്തെ സൈഡില്. ശരിയാ, വീഡിയോ എടുത്തിട്ടുണ്ട് പറഞ്ഞാല്. ഗൈസ് നേരെ പോയിട്ട് ഇടത് സൈഡിലെ റോഡിൽ കയറി പോകണം.
വലത് സൈഡ് റോഡേ കയറി പോയാൽ ഒന്നും കാണാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഈ വെള്ളം ഇവിടെ കൂടെ പുഴയല്ല അരുവി, ചെറിയ അരുവി ഇതുവഴിതായിട്ട് കഴിച്ച് സൗണ്ട് കേൾക്കുന്നു വെള്ളം പോകുന്നത്. അതിന്റെ ആ വെള്ളച്ചാട്ടത്തിന്റെ ഞാൻ തോന്നുന്നു. താക്കോല് വേണം, താക്കോല് കൈ വെക്കണം. നീ വെച്ചിട്ട് പൊട്ടിക്കോ. എല്ലാം മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നത് ഗൈസ്. ഇതാണ് ആ അരുവി. ഇവിടെ മൊത്തം ഇങ്ങനത്തെ വഴികളാണ് ഗൈസ്, കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ്. എന്താണ് ഈ പ്രേതക്കാട് പോലെ? താക്കോല് പോയാൽ എടാ വെള്ളച്ചാട്ടം എവിടെയാണെന്നാ പറഞ്ഞേ? വെള്ളച്ചാട്ടം അത് വേറെ വെള്ളച്ചാട്ടം. തെറ്റി അങ്ങനെ താഴെ വീണ പാറ കൊണ്ടെന്ന് നോക്ക്. തോക്കേട് തെറ്റും, ഇവിടെ തെറ്റും. വരൂ കൂട്ടുകാരെ, നമുക്ക് ഒന്നിച്ച് നമുക്ക് പോകാം. വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം ഇത് അടിപൊളിയല്ലേ? പാറയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇതാണ് നമ്മൾ മാപ്പിൽ കുറേ തപ്പി കണ്ടുപിടിച്ച സാധനമാണ് ഗൈസ്. നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്പോട്ടാണിത്. ചെളിക്കുഴി വാട്ടർഫാൾ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോന്നി കല്ലേലി എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മളെന്തായാലും എത്തിയ സമയത്ത് അങ്ങനെ ആൾക്കാരൊന്നുമില്ല ഗൈസ്, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. നനയുന്നില്ലല്ലേ? തണുപ്പല്ലേ? പുറത്താരോ കല്ലെടുത്തെറിയുന്ന പോലെ നല്ല വേദനയാ. പുറത്ത് കല്ലെടുത്തെറിയുന്ന പോലെ വെള്ളം വീഴുന്നത്. വലിഞ്ഞു കയറി പോവാണ്. അങ്ങനെ എന്താണ് ഈ അറ്റത്തോട്ട് ഇവിടോട്ട് വരല്ലേ? അടിപൊളിയാണ് കേട്ടോ. അവിടെ കേറി കഴിഞ്ഞാൽ ഇറങ്ങത്തില്ല. അതുപോലെ ആദ്യം കയറാനൊരു മടി തോന്നും, തണുപ്പ് കാരണം. പക്ഷെ കയറി കഴിഞ്ഞപ്പോ രസമുണ്ട്. അതിനകത്തോട്ട് കയറിപ്പോരാ അടിപൊളിയാണ്, രസമാണ്. അടിപൊളി ഫാമിലിയായിട്ട് ഒന്നാണ് സെറ്റാ. ഇവിടെ വെള്ളം കൂടും, മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം കൂടും. ഇപ്പൊ നല്ലൊരു മഴ പെയ്യാമെങ്കിൽ വെള്ളം കൂടി ഭയങ്കര ഒഴുക്കാവും. ചാട്ടം, ഒഴുക്കല്ലല്ലോ, വെള്ളച്ചാട്ടം. അടിപൊളി ആയിട്ട് നൈസ്, അടിപൊളി വ്യൂ ആണ് കൈ. അടുത്ത് നിർത്തിയിരിക്കുക. ഒരുത്തനോട് തോർത്തെടുക്കാൻ പറഞ്ഞിട്ട് അവൻ തോർത്തെടുത്തില്ല. നീ നനഞ്ഞ് അങ്ങോട്ട് പോകണ്ടേ? നേരത്തെ നീ തോർത്തെടുത്തിട്ട് വന്നു. തോർത്ത് വണ്ടിയായിട്ടിട്ട് വന്നു. ഗൈസ്, അപ്പൊ പ്ലേസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്നാ അങ്ങോട്ട് പോയാലും നമുക്കെന്നാ അങ്ങോട്ട് നീങ്ങാം. കഴിഞ്ഞു ഗൈസ്. അപ്പം ഞങ്ങൾ ഇറങ്ങാണ് ഗൈസ്. വഴിയൊക്കെ ഉണ്ടാ ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം അങ്ങോട്ട് താഴോട്ട് പോകും. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള വഴിയാണ്. പക്ഷെ ഇങ്ങനത്തെ വഴി വേണം, എന്നാലേ ഭംഗിയുള്ളൂ. ഹായ്, നല്ല രസം. മീൻ പോകുന്നു. ഇതിനെ കൂടെ താപ്പോട്ട് പോയാലും ഞങ്ങൾ ചെരുപ്പ് ഊരുവാണ്. ചെരുപ്പ് ഊരിട്ട് പോകാൻ നമുക്ക്.
പറ്റത്തില്ലടാ. ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയതാ. ഫോൺ വെള്ളത്തിൽ പോയി ഗൈസ്. ഫോൺ വെള്ളത്തിൽ പോയിട്ട് ഓഫാക്കി വെച്ചേക്കുവായിരുന്നു ഇതുവരെ. ഫോണ് മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങി. ഞാൻ ഫോണും പിടിച്ച് വീഡിയോ എടുത്തോണ്ട് വന്നേ ഗൈസ്. കാല് തെറ്റിപ്പോയി മറിഞ്ഞ് വെള്ളത്തിൽ. ഫോണും പോയി വെള്ളത്തിൽ, ഞാനും പോയി. എന്തായാലും ഫോണിന് കുഴപ്പമൊന്നുമില്ല. വീഡിയോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ. ഫോണിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ ചായ കടി. നീയും നെയ്യ് പോണോ മേടിച്ച് ഗൈസ്? ചായ കടി. എന്താ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ സ്ഥലമൊക്കെ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ? ബീച്ച് ഇഷ്ടപ്പെട്ടല്ലേ? എടുത്ത് അയ്യത്തോട്ട് ഇട്ടാ നേരെ ഉരുണ്ട് വന്ന് വെള്ളത്തിൽ വീഴും. നേരെ ഞാൻ എടുത്ത് മേളിലോട്ട് എറിഞ്ഞു. ഞാൻ വീണപ്പത്തേര് ഫോൺ എടുത്ത് മേളിലോട്ട് എറിഞ്ഞതാ. ഫോണും മേളിൽ നിന്ന് ഇറങ്ങി വന്നു വെള്ളത്തിൽ. അതിനൊന്നും പറ്റിയിട്ട്. അപ്പൊ ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ പോകുന്നു. ബൈ.